പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവസ്നേഹം എന്നതിനേക്കാളും ഊന്നൽ കൊടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കും. അതിങ്ങനെ കേട്ട് പലരും ജീവിതത്തിനകത്ത് മടുത്തുപോയി, തളർന്നുപോയി. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. അത് കേട്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ഇപ്പൊ എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതയുണ്ട്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് കൂടെ ഞാൻ മനസ്സിലാക്കും. ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിവ് വന്നു. അതായത് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ആർക്കും വേണ്ടാത്തവനായിരുന്ന സാഹചര്യത്തിൽ എന്റെ പാപത്തിനും എന്റെ ശാപത്തിനും എന്റെ രോഗത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ, എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കാതെ, ഞാൻ ഉപവസിക്കാതെ, ഞാൻ നിലവിളിക്കാതെ, ഞാനോ എന്റെ മാതാപിതാക്കളോ ഒരു കാര്യത്തിനും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ കാൽവരി കുരിശിൽ യാഗമാക്കിയത് ആദാമ്യ പാപത്തിൽ മാനവജാതി വീണ് കിടന്ന പാപത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി മകനാക്കി തീർത്ത ദൈവം. ആദാമിനെ നീതീകരിച്ച് അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ എന്നെ നീതീകരിച്ച ദൈവം, ആ നീതിയെ ക്രൂശിൽ വെളിപ്പെടുത്തി എന്ന ബോധ്യം എന്റെ അകത്ത് വരുമ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. അപ്പൊ അതായത് ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ കാരണം യോഹന്നാന്റെ ലേഖനം, ആ 1-ാമത്തെ ലേഖനം എന്ന 4-ാമത്തെ പറയുന്നത്, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നാം അറിയേണ്ടത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യമാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം വെല്ലുവിളികളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചെന്ന് പറയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരു തിന്മയും എനിക്ക് ഭവിക്കത്തില്ല. ഹല്ലേലൂയ. അതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ കാരണം. പരിശുദ്ധാത്മാവ് നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.